ഹായ് ഫ്രണ്ട്സ്, ക്രാഫ്റ്റ്സ് വിത്ത് മീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ കോളിയസ് എന്ന ചെടിയാണ്. ഇതിന് നമ്മൾ കണ്ണാടി ചെടി എന്നും പേരിട്ട് വിളിക്കാറുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ പൂക്കളൊന്നും ഇല്ലാത്ത ചെടിയാണെങ്കിൽ പോലും നമ്മുടെ വീട്ടുമുറ്റത്ത് വളരെ ഭംഗിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ല ചെടിയാണ്. ഇത് പല വെറൈറ്റിയിൽ ഉള്ള കളറും തണ്ടുകളും ഒക്കെ ഉണ്ട് ഇതിന്. ഇതിപ്പോൾ ഒരേ ചെടിയിൽ തന്നെ നമുക്ക് 2-3 കളറുള്ള ഒരു വെറൈറ്റിയാണ് ഇത്. ശരിക്കും ഇത് ഒരു ചട്ടിയിൽ ഞാൻ വളർത്തിയ ഒരു തണ്ട് മുറിച്ച് വെച്ച ചെടിയാണ്. അതിനിപ്പോൾ അതിൽ നിന്ന് 3 കളറിലുള്ള ചെടിയാണ് എനിക്ക് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ റെഡ് കളറിലുള്ള ഈ ചെടി കണ്ടില്ലേ, ഇതാണെങ്കിലും അതിലുമുണ്ട് ചെറിയ ഇലകളുള്ളതും വലിയ ഇലകളുള്ളതും. അതെല്ലാം ഒരേ കമ്പുകൾ മുറിച്ച് വയ്ക്കുമ്പോൾ പല രീതിയിലാണത് വളർന്നു വരുമ്പോൾ. അതുപോലെ തന്നെ വെയിലത്ത് വെച്ച് കഴിയുമ്പോൾ വേറെ ഒരു കളറ്, നമുക്ക് തണലത്തേക്ക് മാറ്റി വയ്ക്കുമ്പോൾ അതിൻ്റെ കളറിന് കുറച്ച് വ്യത്യാസം ഉണ്ടാകും. അങ്ങനെ നമുക്ക് ഇതിനെ പല വെറൈറ്റിയിൽ നമുക്ക് തന്നെ ഒരു ചെടിയെ പല രീതിയിൽ ഇതിനെ വളർത്തിയെടുക്കാൻ പറ്റും. ഇത് വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു ചെടിയാണ്. കാരണം ഇതിൻ്റെ ഒരു ചെറിയ തണ്ട് മുറിച്ച് വെച്ചാൽ പോലും പെട്ടെന്ന് തഴച്ച് വളരും. അതിന് നമുക്ക് കാര്യമായിട്ട് ഉള്ള കഷ്ടപ്പാടുകളൊന്നും തന്നെ ഇല്ല. നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം എല്ലാ ദിവസവും. വേനൽക്കാലത്താണെങ്കിൽ ശരിക്കും വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ മഴക്കാലത്തൊക്കെ ആണെങ്കിൽ അത്ര വെള്ളമൊന്നും വേണ്ട, മഴ പെയ്യുന്ന വെള്ളം മതി. പിന്നെ നമുക്ക് ചില ദിവസങ്ങളിലൊക്കെ ഒന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. അതുപോലെ കുറച്ച് ചാണകപ്പൊടിയോ എന്തെങ്കിലും വളമായിട്ടും ഇട്ട് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇത് ഞാൻ ചട്ടിയിലല്ല, ചെടിച്ചട്ടിയിലല്ല വളർത്തിയിരിക്കുന്നത്, വെറുതെ മണ്ണിലാണ്. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എവിടെയൊക്കെ വേണമെങ്കിലും ഇത് കണ്ടോ, ഇതൊരു മരത്തിൻ്റെ മുകളിൽ കുപ്പിയിലാണ് വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ മണ്ണിലാണ് ഞാൻ നട്ടിരിക്കുന്നത്. ഇത് ചെടിച്ചട്ടിയിലോ മണ്ണിലോ പ്ലാസ്റ്റിക് കവറിലോ ഇഷ്ടമുള്ള എവിടെ വേണമെങ്കിലും നമുക്ക് വളർത്തിയെടുക്കാം. ഇത് അതുപോലെ നല്ല മെറൂൺ കളറിലുള്ള ഒരു ചെടിയാണ്. അതിൻ്റെ താഴത്തെ ഇലകൾക്ക് ചെറിയ കളറിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. ഒരു ചെടി തന്നെയാണ്, പക്ഷെങ്കിൽ അത് വളർന്ന് നിൽക്കുന്ന കാണുമ്പോൾ നല്ല ഭംഗിയല്ലേ. ഇതിൻ്റെ ചുവട്ടിലൊക്കെ കുറേ ഇതുണ്ട്, എന്താ പറയുക, കാടൊക്കെ ഉണ്ട്. പിന്നെ അത് തന്നെ മണ്ണിലാണ് ഞാൻ നട്ടിരിക്കുന്ന ഈ ചെടികളെല്ലാം. ഇത് കുറച്ച് തണലത്താണ് നിൽക്കുന്നത്, അതുകൊണ്ട് അതിന് കുറച്ചൊരു വ്യത്യാസമുണ്ട്. ഇതേപോലെ നന്നായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. മഴയില്ലാത്ത ദിവസങ്ങളിൽ രാവിലെയും വൈകിട്ടും ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല. അപ്പം നന്നായിട്ട് ഇതിന് വെള്ളമാണ് ആവശ്യം. വെള്ളം നന്നായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ വളം എപ്പോഴും ഒന്നും നമ്മൾ കൊടുക്കേണ്ടതായ ആവശ്യം വരുന്നില്ല. ഇടയ്ക്കൊക്കെ ഇത്തിരി ചാണകവെള്ളം തളിച്ചു കൊടുത്താൽ മതിയാകും. അപ്പോൾ പൂക്കളില്ലെങ്കിൽ പോലും വളരെ മനോഹരമായിട്ട് നമുക്കിത് നമ്മുടെ വീട്ടുമുറ്റത്ത് നട്ടു വളർത്താവുന്നതാണ്. അപ്പോൾ ഈ ചെടി എല്ലാവരും വളർത്തിയെടുക്കാൻ ശ്രമിക്കുമല്ലോ. ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.